സംസ്ഥാനത്ത് വേനൽക്കെടുതിയിൽ 2 പേർക്ക് സൂര്യാതപമേറ്റു. കാസർഗോഡ് ജില്ലയിലാണ് 2 കേസുകളും റിപ്പോർട്ട് ചെയ്തത്. വേനൽ കടുത്തതോടെ പാലക്കാട് ജില്ലയിലെ വരൾച്ച നേരിടാൻ മംഗലം ഡാം തുറന്നു. സംസ്ഥാനത്ത് ഇക്കുറി ലഭിച്ച വേനൽ മഴയിൽ 47% കുറവുണ്ടായെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വേനൽ ആശങ്കകൾക്കിടെ ഇന്നു മുതൽ മഴ ശക്തമാക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ സംസ്ഥാനത്തെ താപനില മുന്നറിയിപ്പ് പിൻവലിച്ചു. കാസർഗോഡ് നഗരസഭ 19-ാം വാർഡ് കൗൺസിലർ N. ഉണ്ണികൃഷ്ണനാണ് പൊള്ളലേറ്റത്. പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം കാഞ്ഞങ്ങാട് നഗരത്തിലൂടെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് സൂര്യാതപമേറ്റത്. കഴുത്തിലും ദേഹത്തും പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണൻ നഗരത്തിലെ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തൃക്കരിപ്പൂരിൽ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത 8 വയസ്സുകാരന് സൂര്യാതപമേറ്റു. കണ്ണൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഷാജി കീഴറക്ക് സൂര്യാതപമേറ്റു. വീട്ടിൽ വെച്ചാണ് ഷാജിക്ക് പൊള്ളലേറ്റത്. കടുത്ത ചൂടിൽ വരൾച്ചയനുഭവിക്കുന്ന പാലക്കാട് ജില്ലയിൽ ജലലഭ്യത ഉറപ്പാക്കാൻ മംഗലം ഡാം തുറന്നു. രാവിലെ 8 മണിയോടെയാണ് റിവേഴ്സ് ലൂയിസ് വഴി 10 സെന്റിമീറ്റർ അളവിൽ വെള്ളം തുറന്നുവിട്ടത്. സംസ്ഥാനത്തെ താപനില ഇന്നും ഉയർന്ന നിലയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചില ജില്ലകളിൽ മഴ ലഭിച്ചെങ്കിലും ഇന്നു മുതലാകും വേനൽ മഴ ശക്തമാകുകയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 4 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. വേനൽ മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ സംസ്ഥാനത്തെ താപനില മുന്നറിയിപ്പ് പിൻവലിച്ചു. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ കനത്ത മഴ ലഭിച്ചതോടെ അരുവിക്കര ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി. 10 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഏപ്രിൽ 28 വരെ ലഭിച്ച മഴയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 47% കുറവുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരൊറ്റ ജില്ലയിൽ പോലും പ്രതീക്ഷിച്ച മഴ ലഭിച്ചില്ല. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് സ്ഥിതി ഗുരുതരം. 2 ജില്ലകളിലും 70% മുകളിലാണ് മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.